ഹലോ, ഇന്ന് നമ്മൾ സദ്യയിൽ വിളമ്പുന്ന പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് ഞാനിതാ 500 ഗ്രാം പുളി, പിന്നെ ഒരു 5-6 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി കുറച്ചധികം വേണേ. ഇത് ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്താണ്. പുളി ഇതാ പിഴിഞ്ഞ് പച്ചമുളക് മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇഞ്ചി ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ പുളിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അത് നന്നായി അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് അരി വറുത്തിട്ട് പുളീൻ്റെ അകത്ത് പിഴിയാൻ വേണ്ടിയിട്ട് വറുക്കുന്നുണ്ട്. ഇതാ 2 പിടി അരി. ഏതരിയും വറുത്തിട്ടിടാം കേട്ടോ. അത് പുളി ഒരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു കുറുകാൻ വേണ്ടിയിട്ടാണ്, മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കെടുക്കാം. അതിനിടയിൽ ഉലുവ പൊടിച്ചത് കാണിക്കുന്നുണ്ട്. ഇത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം വറുത്ത് പൊടിച്ച അരി നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ ഉലുവയും വറുത്ത് മിക്സിയിൽ പൊടിച്ചാൽ മതി. ഇത് അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി. അരി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. വേണ്ട ഇങ്ങനെയായിട്ട് വരണം. നല്ല ഫൈനായിട്ട് അരക്കണേ. വേണ്ട ഇങ്ങനെ അരച്ചെടുക്കണം. എൻ്റെ ഇടയ്ക്ക് പുളി ഇതാ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പുളിയെല്ലാം ഇറങ്ങി. ഇനി ലേശം അരിപ്പൊടി, നമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടി ഇല്ലേ, അതൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവപ്പൊടി, ഉലുവ ഒരു സ്പൂണ് ഉണ്ട്. പിന്നെ ഒരു 3 അച്ച് ശർക്കര. മധുരം പോരെങ്കിൽ ലേശം കൂടി ഇടും കേട്ടോ. അത് 5-6 ഈത്തപ്പഴം. അതെല്ലാം ചേർത്ത് വേവിച്ചതാ നല്ല കുറുകിയ പുളിയിഞ്ചി കിട്ടി. പിന്നെ വറ്റൽ മുളക് ഉള്ളവർ വറുത്തിടാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇതാ അടിപൊളി കുറുകിയ പുളിയിഞ്ചി. സൂപ്പർ കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.